ഓ ഹൈറം വലിയ തലവലി പോക്കാണല്ലോ ചേട്ടൻ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹലോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കു പോയി. നമ്മുടെ കാര്യം നോക്കാനാ. വാ, ഇവിടുത്തെ അമ്മയൊക്കെ പോവാ. ഒന്ന് കഴിക്കാൻ. ഞാൻ പോവാ. പോവാന്ന് ഒരു പോവാ. വാ ഏറ്റുവാ. നമുക്ക് പോകാം. നമുക്ക് വീട്ടിൽ പോകാം. അതിട്ടോ സമയം പോണ. എനിക്ക് പള്ളിയിൽ പോവാൻ സമയം പോയി. പള്ളിയിൽ പോവല്ലേ? പെട്ടെന്ന് വാ, ഒന്ന് കഴിച്ചിട്ട് വേണ്ട പോവാൻ. ഞാൻ വന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കാൻ അമ്മനെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് വേണം എനിക്ക് പോകാൻ. പശുവിന് ബാ പിന്നെ അവിടെ ചെന്നിട്ട് പറയാം. ബാ നൈറ്റി പോയി ചുട്ടി കുട്ടി വെക്കുന്നേ, അതാണ് കുഴപ്പം. ചെരുപ്പിടുന്നുണ്ടോ? ചെരുപ്പെട്ടോ ഒന്ന് മറിച്ച് കളയുമ്പോ പെട്ടെന്ന് പോയി കഴുകിട്ട് വാ. പോണ്ട പെട്ടെന്ന് പോയി കഴുകിട്ട് വാ. കൈ അവിടെ പോയി കഴുകിട്ട് വാ. എലിക്കുട്ടിയമ്മ രാവിലെ പോകുമ്പോഴാണ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് കഴിക്കുന്നത്. എലിക്കുട്ടിയമ്മ കൈയൊക്കെ കഴുകി മിടിക്കായിട്ട് വരുന്നുണ്ട്. ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഇനി വാ, പെട്ടെന്ന് കഴുകിട്ട് വാ. കഴുകി പെട്ടെന്ന് വാ. വാ വന്നിരിക്കും. എലിക്കുട്ടിയമ്മയ്ക്ക് വെച്ചിരിക്കുന്ന മാവും പഴവും എലിക്കുട്ടിയമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. ചെണ്ട് അടുത്ത് മരുന്ന് കഴിക്കാനുള്ളത്. ഇപ്പം ഞാനും എലിക്കുട്ടിയമ്മ അങ്ങോട്ട് ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഞാനും ഉപ്പാണ് കഴിക്കുന്നത്. കഴിക്കാനേ ആലോചിച്ചിരിക്കാതെ കഴിക്കാൻ. എലിക്കുട്ടിയമ്മ കഴിക്കുന്നില്ലല്ലോ. അവിടെ വെച്ചോണ്ടിരിക്കുകയാണല്ലോ. വഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അടുത്ത് കഴിക്കാനുള്ളതിന് ചില ദിവസങ്ങളിൽ എലിക്കുട്ടിയമ്മ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പാടാണ്. ഇന്നലെ രാവിലെ ആപ്പ് കുടിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചില്ല. എന്താ വെള്ളമോ ജ്യൂസോ പഴമൊക്കെ ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞുകൊണ്ടിരിക്കാതെ കഴിക്കാനേ എലിക്കുട്ടിയമ്മേ, അത് കഴിക്കാനേ. കഴിച്ചോളാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചോണ്ടിരുന്നാൽ നമ്മൾ തണുത്ത് പോയല്ലേ. പെട്ടെന്ന് കഴിക്ക്. ഇവിടെ നിന്ന് ആരും വരാനൊന്നുമില്ല. ആവശ്യപ്പെടുമ്പം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമയത്ത് കഴിക്കണ്ടേ. ഇന്നലെ വൈകിട്ട് എലിക്കുട്ടിയമ്മ അതിനൊക്കെ തുടങ്ങി വെച്ചാലും പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങിപ്പോയി കേട്ടോ. ഞങ്ങളോർത്ത് ജോമോളെ ഉറക്കിയില്ല, ആരും ഉറക്കിയില്ലെന്ന് ഓർത്തിരുന്നത്. പക്ഷേ അതിന് പകരം കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ തണുപ്പും പ്രകൃതമാണ്. കഴിക്കൂ. ഞെക്കിപ്പിച്ചതൊക്കെ മതി, പീച്ചതൊക്കെ മതിയെന്നേ. മുഴുവൻ പീച്ചിക്കുട്ടി വെക്കുന്നുണ്ട്, പക്ഷേ വായിലോട്ട് വെക്കുന്നില്ല. ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുമല്ലേ. എപ്പോഴെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെ മടിയായിട്ടിരിക്കുന്ന വേറെന്തോ ചിന്തയില്ല. എല്ലാ ദിവസവും പ്രാർത്ഥന. ഇപ്പോൾ ഗ്യാസിന് ഗുളിക കൊടുക്കുന്നുണ്ട്. എന്നാലും ആ പഴമോടെ ഇട്ട് പീച്ച്, അപ്പോൾ പിന്നെ നന്നായിട്ട് തിന്നാൻ പറ്റും. ഏക്കാലും പീച്ചിക്കുട്ടി വയ്യ. കഴിക്കാനേ കഴിച്ചോളാം. സമയത്തരേ നമുക്ക് പോകണ്ടേ വീട്ടിൽ പോകണ്ടേ? എലിക്കുട്ടി പോരുന്നില്ലേ? ആൾക്കാർ വേണം, പോകാൻ ആൾ വേണം. എലിക്കുട്ടിൻ്റെ കുട്ടിയിലുണ്ടെന്ന് അമ്മ പറഞ്ഞേക്കണം. കഴിക്ക്. വഴിയായാലും ആൾക്കാർ പോട്ടെന്നേ. അമ്മ കഴിക്ക്. കുഴച്ച് വെച്ചൊക്കെ മതി. ഇത് കഴിക്കുക പെട്ടെന്ന്. എലിക്കുട്ടമ്മേ കഴിക്ക്. ഈ വാരി തന്നോ? വാരി കഴിച്ചേ. പെട്ടെന്ന് കഴിക്ക്. കഴിച്ചോളാന്ന് പറഞ്ഞു. എന്തോരം നേരമായി? കുഴച്ച് കൂട്ടി വെച്ചോണ്ടിരിക്കുക. രണ്ടാഴ്ച പഴം കൂടെ കൊടുത്തു. എന്നിട്ട് അതും കൂടെ കുഴച്ച് കൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് കഴിക്കാതിരിക്കുക. അവിടെ പിന്നെ കുഴയ്ക്കുക. മതി കുഴച്ചത്. ഇച്ചിരി ഞരങ്ങലൊക്കെ കൂടുതലുണ്ട്. കേൾക്കുന്നവർക്ക് തന്നെ അലർജി ആകുന്നു. എലിക്കുട്ടി നമ്മൾ കഴിക്കുന്ന പറഞ്ഞു കേട്ട്. ഇപ്പം നമ്മുടെ എലിക്കുട്ടിയപ്പം മിടുക്കത്തിയായിട്ട് ഇത് കൊടുത്തെല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ മരുന്ന് ഗുളിക എന്നാ പിടിച്ചോ. ഈ വെള്ളമുണ്ട്. അതെല്ലാം കഴിക്കണം. വെള്ളം കുടി. പതുക്കിയെ കഴിച്ചെങ്കിലും അമ്മ പിന്നെ മൂടായി അങ്ങ് കഴിച്ചു. കൊടുത്തത് മൊത്തം കഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടെ കുടി. വെള്ളം കൂടെ തരാം. വെള്ളം വേണോ? ഇച്ചിരി വെള്ളം കൂടെ തരട്ടെ? മതിയോ? ഇച്ചിരി കൂടെ കുടിച്ചോ വെള്ളം. മതി. ഇടയ്ക്ക് ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കാം.
വല്ല നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് കുടിക്കാം. കൈ കഴുകാൻ പോവാ. ആ കൈ കഴുകുക. അതും കൂടെ കുടിക്ക്. ആ വെള്ളം കൂടെ കുടി. ആ വെള്ളം കൂടെ കുടിക്ക്. ആ വെള്ളം കൂടെ കുടിക്കാൻ മൊത്തം കുടിക്കേ. ഇച്ചിരി വെള്ളം കൂടെ ഇട്ടോ, അതുകൂടെ കുടിച്ചോ. പച്ചവെള്ളേ. ആ പച്ചവെള്ളം ചൂടാക്കിയ വെള്ളമല്ല, പച്ചവെള്ളമല്ല, ചൂടുവെള്ളം. രാവിലെ നമ്മൾ ഇതിൻ്റെ കൂടെ പച്ചവെള്ളമല്ലേ കഴിക്കുന്നേ. വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. ആ പോയി കഴിക്കോ അത് കൂടെ കുടിച്ചിട്ട്. എലിക്കുട്ടി അമ്മ അങ്ങനെ പാത്രമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കുത്തിയിരുന്നിട്ട് പാത്രമൊക്കെ എടുത്ത് എന്താ കാണിക്കുന്നതിന് വെയിറ്റ് ചെയ്യണം. അമ്മ ആദ്യം ശങ്കിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, അടുക്കളയിലോട്ട് തന്നെ പോവുകയാണ്. എന്താ കാണിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. വല്ല മെമ്മറിയിലുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അവിടുത്തെ ആളെന്തി അമ്മേ? അവിടുത്തെ ആളെന്തി? അവിടെ കിടക്കണ ആരാ? അവിടെ കിടക്കണ ആരാ? അവിടെ എന്നും കിടക്കുന്ന ആരാ? അമ്മക്കറിയത്തില്ലേ? പിന്നെ അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ. അമ്മ പറയുന്നതാണല്ലോ ഇനി ആളവിടെ ഇല്ല, അവിടെ ഇല്ലെന്ന്. വേലിക്കുട്ടിയമ്മ ഇന്ന് തനിയെ പാത്രമൊക്കെ പോയി എടുത്തുകൊണ്ട് കഴുകിയൊക്കെ വെച്ചു. മുടിക്ക് കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. ക്ഷീണമുണ്ട്, ഇച്ചിരി മുരങ്ങലും നിരങ്ങലും ഇച്ചിരി കൂടുതലുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും വേലിക്കുട്ടിയമ്മ തന്നെ ചെയ്തിട്ടുണ്ട്. വേലിക്കുട്ടിയമ്മ അങ്ങനെ ജനലൊക്കെ തുറന്ന് വെച്ച് കട്ടനൊക്കെ മാറ്റി വെച്ച് നോക്കുവാണ്. കട്ടനൊക്കെ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റൊക്കെ പറഞ്ഞായിരുന്നു. കട്ടന ജനലെല്ലാം തുറന്നിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെയുണ്ട്? പശുവൊക്കെ അവിടെ നിൽപ്പുണ്ടോ? കുഞ്ഞിക്കിടാവൊക്കെ അവിടെ, പൊന്നിക്കിടാവൊക്കെ അവിടെ നിൽപ്പുണ്ടോ? കുഞ്ഞിയുടെ കാര്യം ഓർമ്മ വരുന്നത് എപ്പോഴും. പൊന്നിക്കിടാവൊക്കെ അവിടെ നിൽപ്പുണ്ടോന്ന്, തിന്നുന്നുണ്ടോന്ന്? പൊന്നിയേ, പൊന്നിക്കിടാവേ അവിടെ നിന്ന് തൊഴുത്തി നിന്ന് തിന്നുന്നുണ്ടോന്ന്? ആ നമ്മുടെ കിടാവ് തൊഴുത്തി നിൽപ്പുണ്ടോന്നാ ചോദിച്ചേ. നമ്മുടെ കിടാവേ തൊഴുത്തി നിൽപ്പുണ്ടോന്നാ ചോദിച്ചേ. ആ തൊഴുത്തി നിൽപ്പുണ്ടോ? തൊഴുത്തില് തൊഴുത്തി നിൽപ്പുണ്ടോന്ന്? തൊഴുത്തി അവിടെ തൊഴുത്തി നിൽപ്പുണ്ടല്ലോ. ആ അമ്മ കണ്ടില്ലേ? അവിടെ തൊഴുത്തി നിൽപ്പുണ്ട്. ഒടേക്കാർ നമ്മളല്ലേ? എലിക്കുട്ടിയമ്മ ഒടേക്കാരത്തി. ആ ഇപ്പം എലിക്കുട്ടിയമ്മയുടെ ക്ഷീണമൊക്കെ മാറി, കുറുങ്ങലും ഒച്ചവളമൊക്കെ പോയി. ഇപ്പം എലിക്കുട്ടിയമ്മ റെഡി ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാര്യം അത് മനസ്സിലാകുന്ന ചില സമയത്താണ് കൂടുതലായിട്ട് കാണുന്നത്. എല്ലാ സമയത്തും ഒരേപോലെ ഒന്നും കാണുന്നില്ല. ഇവിടെയുള്ളവർ എവിടെ എങ്ങോട്ട് പോകാനേട്ടാ? എങ്ങോട്ടും പോകാനില്ല, ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ, എവിടെ പോകാനാ? ആരുടെ വീട് വഴി? നമുക്കിപ്പോൾ ആരെയും വീട് വഴിയൊന്നും പോകാനില്ലല്ലോ. പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളുണ്ടെങ്കിലേ പോകണ്ടുള്ളൂ. തന്നെയല്ല പോകാനായിട്ട് സമയവുമില്ല. എന്നാ അമ്മേ? എന്നാ? ഏത്? ഞാനല്ലേ? ഞാനാന്നേ.
അല്ല അമ്മ അവിടെ എന്തോ പറഞ്ഞു കേട്ടോ എന്നാന്ന് ചോദിച്ചതാ. ഏ? അമ്മ അവിടെ എന്തോ പറയണ കേട്ടോ എന്നാന്ന് ചോദിച്ചതാ. അപ്പം അമ്മ ജനലിലെ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുവാണ്. ഇപ്പോൾ എലിക്കുട്ടിയമ്മ വൈകുന്നേരം ആയപ്പോഴത്തേനും നോയമ്പിലെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ആയിട്ട് 53 ജന്മദിനാശം എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. ഭക്തിയോടുകൂടി ചെയ്ത് പല വിശാരം കൂടാതെ തീർപ്പാൻ കർത്താവെ നീ സഹായം ചെയ്യാം. വിശ്വാസമാണ് സർവശക്തിയുള്ള പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ നമ്മുടെ കർത്താവുമായ ഈശോ വിശയായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗർഭസ്ഥനായ കന്യാമറിയത്തിനും ഭർത്താവ് അന്ത്യോസ് പീലാത്തോസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിറങ്ങി മരിച്ചയിടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക്. ഇപ്പോൾ ചായയുടെ സമയമാകുന്നു. പിതാവായ സമയത്ത് അമ്മ ഇരുന്ന് പ്രാർത്ഥനയിലാണ്. അവിടെ വന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ മിച്ചർ സുഖമില്ല, വളരില്ല. അവിടെ ഇരുന്ന് കഴിക്കേ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? കുട്ടികളല്ല, ഒരു നിന്നിട്ട് തിന്നിട്ടെ, പണ്ട് പോലെ ഉള്ളതാ. അത് നിൽക്കും, ഇച്ചിരി തിന്നിട്ടേ ഇരിക്കുള്ളൂ അല്ലേ? പ്രാർത്ഥന അച്ഛൻ നിർത്തിയോ? പ്രാർത്ഥന അച്ഛൻ ആയിരുന്നല്ലോ, നോമ്പിലെ പ്രാർത്ഥന അച്ഛൻ അല്ലേ? ഇന്നേ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടേ ഉത്സാഹത്തോടു കൂടി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്കാ? ഉച്ചയ്ക്കൊന്നല്ല, രാവിലെ ഇച്ചിരി പാടായിരുന്നു. രാവിലെ അല്ല, രാവിലെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ പിന്നെ പോയി, പിന്നെ ഇരുന്ന് തന്നെ കഴിച്ചു. ഉച്ചയ്ക്ക് വന്നു ഷെയ്ക്ക് കൊടുത്തു. ഞാൻ ഒരു ഷെയ്ക്ക് കുടിച്ചോണ്ട് കഞ്ഞി കുടിക്കാതായിരുന്നു. കഞ്ഞിയും കുടിച്ചു. ഇനി ചായ കുടിക്കാൻ വിളിച്ചപ്പോ ഓടി വന്നല്ലോ. തന്നെ തന്നെ എന്നിട്ട് തന്നെ കൊണ്ട് പാത്രം കഴുകി വെച്ചു. എന്നതാ ഈ പറയണേന്നൊക്കെ ചോദിക്കുന്നത്. അല്ലേ ചൂടുണ്ട ചൂടുണ്ട ചൂടുണ്ട്. ചക്ക ഒരുക്കാൻ കൂടണം കേട്ടോ. ഇപ്പം പറയാം ചൂടില്ലെന്ന് പറയാം, ചൂടില്ലെന്ന് പറയാം. ഞാൻ ചൂടുണ്ടെന്ന് പറഞ്ഞ ചൂടില്ല. പൂതി കുടിച്ച് കേട്ടോ കേട്ടോ, ഞാൻ ചൂടില്ലെന്ന് പറഞ്ഞ കൊടുത്താൽ പറയും വാ പൊള്ളിന്ന് ചെറുതായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ചെയ്യാം. എനിക്ക് ചൂടിന്റെ കൊള്ള കിട്ടില്ല. നല്ല തീ ചൂടായത് ഞാൻ അതുകൊണ്ട് കുടിക്കാതിരിക്കുന്നത്. ചക്ക ഒരുക്കാൻ കൂടണം കേട്ടോ. ചക്ക ചക്ക ഒരുക്കാൻ കൂടുവോ? ചക്ക ഒരുക്കാൻ കൂടുവോ? ചക്കയാ പറ്റുമെങ്കിൽ പറ്റും, പറ്റുമെങ്കിൽ പറ്റൂ. ഇപ്പഴത്തെ തൊലി പൊളിച്ചില്ല, തൊലി പൊളിച്ചിട്ട് തിന്നാ. ജോമളുടെ പറമ്പ് വീട്ടിൽ പോയി ഞങ്ങൾ ചക്ക പറിച്ചു. നമ്മുടെ ബില്ലി ചാക്ക് കിടന്ന കൂടാ കേട്ടോ, പാടര് തീറ്റ. ബില്ലി ചാക്കുവിൻ്റെ കൂടായിരുന്നു. ഈ കൂട്ടാണ്, ഈ കൂട്ടിൽ നിന്നാണ് ചാക്കു അങ്ങോട്ട് വലിയ കൂട്ടിലിട്ട് വന്നത്. ഞങ്ങൾ ഇതേ പ്ലാവേല ചക്ക പറിക്കാൻ വന്നാണേ. നമ്മുടെ പ്ലാവേല ഉണ്ടാകുന്ന കൂടെ ഉണ്ടാകുന്ന ചക്കയാണ്. ചക്ക ചക്ക ഇതുണ്ടോ, ഇത് തീരുന്നു. ഇത് വലിച്ചു വലിച്ച് അടിക്കുമ്പോൾ ഒരു ബ്ലോക്ക് പ്ലാവ് ടൈപ്പ് പ്ലാവാണ് ചക്ക. അമ്മച്ചിരി ആട് അത് കഴിഞ്ഞില്ലേ? ഇത് കെട്ടിയിറക്കൊക്കെ പാടാം. നോക്കാം. നിരക്കി കിടക്കണതെന്ന് വല്ല നോക്കാം. എന്നാ ഞാൻ കയറിയേക്കാം. ഏത് തോട്ടി? ആ തോട്ടി കൊണ്ട് അങ്ങനെ പറിക്കാനാ? ജോഷിയുടെ അടുത്ത് തോട്ടി മേടിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് ചക്ക വിരിയുന്നുണ്ട് ഇപ്പം കേട്ടോ. ഹൈറും വലിയ തല വലിയ പൂവൊക്കെയാണല്ലോ ചാണ്. ചക്കെല്ലാം വലിച്ചു കഴിച്ചു ചേട്ടത്തെ ഒരുത്ത്. കൂട്ടസൊക്കെ കേട്ടോ അയ്യേ? കയ്യെ കൂട്ടസൊക്കെ കേട്ടോ? ചക്ക ഒരു ട്രിപ്പ് ചക്ക ഞങ്ങൾ പറിച്ചു നിർത്തി. അതുകൊണ്ട് ഇന്ന് ചക്ക കാണിക്കുന്ന എല്ലാവരും, പ്ലാവിലെ ചക്ക കാണിക്കുന്ന കുറച്ച് ചക്ക കാണിക്കണ്ട. എല്ലാവരും ബോറടിപ്പിച്ചിട്ട് കേട്ടോ. അതൊക്കെ അവരെയാണോ ഓർക്കണേ? പണി തീർക്കാനാ. അങ്ങനെ വെട്ടി ഒരുക്കി അരിഞ്ഞു വരുമ്പോ കേട്ടോ തൊണ്ണമണിയോ മുമ്പ് ചൂടില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ ചൂടാന്ന് പറഞ്ഞു. എനിക്ക് ചൂട് കൂടുതലാണ്. എലിക്കുട്ടീസ് മസ്മറിസംസാണ് ഇതൊക്കെ. എലിക്കുട്ടിയുടെ ഓരോ തോന്നലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ എന്തെങ്കിലും പറയട്ടെ. അതെ,
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഭയ? ഇന്ന് മഴ പെയ്താൽ മതിയായിരുന്നു. ഇനി അടുത്ത മാസം പെയ്യും. മഴക്കാറുണ്ട്. ഇത് ഒരുപാടുണ്ട് ചായ. അമ്മ കുടിച്ച് വലുതാവും. എനിക്ക് വേണ്ട, ആ ആ. അത്രയൊന്നും വേണ്ട. അല്ലെങ്കിൽ കുറേ കിട്ടിയിരുന്നു. അതിലെ ദിവസമില്ല. കുട്ടിയുടെ ഓരോ മൂടനുസരിച്ച് എന്നതാണോ വായി വരുന്നത് അതൊക്കെ തട്ടും. തട്ടും, അത്രേ ഉള്ളൂ. വയറ് നമുക്കല്ല കുടിക്കാം. ചായ പേരിന് മാത്രം കുടിച്ചാൽ മതി അല്ലേ? ഔഷധമായിട്ടാണ് കുടിക്കണം നമ്മ പറഞ്ഞത്. ശരിയാ, ഔഷധമാണ് ചായ, ഔഷധം. നാളെ മുതൽ ഞാൻ ഒരു ഔൺസേ തരുന്നുള്ളൂ. നാളെ മുതലേ ഒരു ഔൺസേ തരുന്നുള്ളൂ. 25 മില്ലി. രോമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്ക രോമ തന്നെ കുറച്ചൊക്കെ പൊളിച്ച് പൊളിച്ച് കുഞ്ഞു ചൊളയാന്ന് പറഞ്ഞേ വേണ്ടത്ര ചകിരിയാണ്. അത് ക്ലീനാക്കാൻ ഭയങ്കര പാടാ. ഞാൻ തന്നെ എത്ര നേരം ഇരുന്നാലാ. ഭയങ്കര എലിക്കുട്ടിയമ്മ വിളിച്ചിട്ടായിരുന്നു. എലിക്കുട്ടിയമ്മ കിടക്കുക. ആർക്കും വരാൻ കഴിയല്ല. ഇത് വേറെ പണിയുണ്ട്. നാളത്തെ ഇത് കുളിച്ചു. അതുകൊണ്ട് ഇന്ന് പുഴുങ്ങി വെച്ചാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ചായ നേരം ഓടിക്കാൻ കൂടിയേക്കാം. എൻ്റെ ബാക്കി പരിപാടി കൂടി ഒരുക്കാൻ കൂടിയില്ല. ഞാൻ ബാക്കി എടുത്തേ പശു ഇട്ടു കൊടുക്കും. അത്രേ ഉള്ളൂ. മോളിക്കോട്ടെ അതോടെ എലിക്കുട്ടിയമ്മ ഒന്ന് കൂടിയാ ചിലപ്പം. അമ്മയും കൂടത്തില്ല. പോ. എലിക്കുട്ടിയമ്മ വരുന്നതായിട്ടൊക്കെ പറഞ്ഞ കിടപ്പുണ്ട്. അമ്മയോടെ കിടക്കട്ടെ. ചക്ക ഒരുക്കാൻ കൂടുന്നുണ്ടോന്ന്? ചക്ക ഒരുക്കാൻ, ചക്ക ഒരുക്കാനേ. ചക്ക ചക്ക ആ പുഴുങ്ങാനായിട്ട് ഇപ്പോൾ പറ്റിയല്ലേ? ആര് തിന്നാൻ? നമ്മളൊക്കെ തിന്നും. അല്ല പിന്നെ ആരാ തിന്നുന്നു? നമ്മളെല്ലാവരും കൂടെ തിന്നും. നമ്മളെ തിന്നും. നാളെ തിന്നാൻ, ഇന്ന് തിന്നാൻ അല്ല. നാളെ തിന്നാനാണ്, ഇന്ന് തിന്നാൻ അല്ലെന്നേ. നാളത്തേനെ. ആ പഴുത്തോളൂ. പഴുപ്പിക്കാൻ വെക്കാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി തിന്നാൻ വേണ്ടിയാ. വരുന്നുണ്ടാ? എലിക്കുട്ടിയമ്മ വരുന്നില്ലേ? എലിക്കുട്ടിയമ്മ അങ്ങനെ ആലസ്യത്തിൽ കിടക്കുവാണ്. ഞാൻ പോയി ഒരുക്കാൻ പോവാ. വേണ്ടാത്ത ആ ഉപയോഗിക്കുന്ന മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഉപയോഗിക്കാൻ പറ്റാതെ എടുക്കാൻ പറ്റുമോ? സമയം കളയും. അതെ, ജോലിയും ചെയ്യാൻ പറ്റിയല്ല. ആ അതേന്നേ. അത് ചെറിയ ചക്കയാണ്, ചെറിയ ചുളയാ. അതുകൊണ്ട് മൂത്തുമൊക്കെ പോയിട്ട് ചവണിയും കൂടുതലാണ്. എലിക്കുട്ടിയമ്മ ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഒരുക്കാം. എലിക്കുട്ടിയമ്മ അത്താഴം കഴിച്ചോ? ഇല്ലെന്നേ, ഉറക്കമില്ലെന്നേ. കൂടെ കിടക്കാൻ ചെല്ലാനിട്ട് ഇറങ്ങി വന്നിരിക്കുക. ആ അത്താഴം കഴിച്ചില്ലേ? കഴിച്ചോ? ആ ഞാൻ അകത്തായിരുന്നോണ്ട് കണ്ടില്ല, നോക്കിയില്ല. വർത്താനൊന്നും പറയുന്ന കേട്ടില്ലായിരുന്നു. ആണോ? ആ വിവാൻ എന്തിയേ? വിവാൻ എവിടെയാ കിടക്കണേ? അതെ, ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാ. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാ. ഇച്ചിരി ചൂടാറാനുണ്ടോ ഒന്ന് വെച്ചതാ, തണുക്കാൻ. നാളെ നമുക്ക് തിന്നാൻ. ഇന്ന് ഉറക്കമില്ലേ? ഉറങ്ങണില്ലേ? ചൂട് തണുക്കാൻ വെച്ചിരിക്കുന്നതാ. വൈകിട്ടല്ല, നാളെ രാവിലെ. വൈകിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. മോശമാകിയല്ല. ഇന്ന് ഉറങ്ങണില്ലേ? ഉറങ്ങണില്ലേ? കിടന്നതാണല്ലോ. വീട്ടിൽ നിന്ന് വന്നില്ല അങ്ങോട്ട്. പിന്നെ വീട്ടിലോട്ടിപ്പോൾ തിരിച്ച് വന്നേ വർഷം പള്ളിയിലേക്ക് പോകണമെങ്കിലും അവിടെ പ്രാർത്ഥന ചെല്ലിക്കാൻ പോകണം. പ്രാർത്ഥന കൂടിയായിരുന്നോ? പ്രാർത്ഥന കൂടലൊന്നും ഇല്ല. പ്രാർത്ഥന സാധനം ചെല്ലുന്നേ ഉള്ളൂ. വിവാൻ എവിടെയാ കിടക്കണേ? വിവാൻ എവിടെയാ കിടക്കണേ? വിവാന്റെ മുറി ഏതാ? വിവാന്റെ മുറി ഏതാ? നോക്കിക്കേ അമ്മ എവിടെയാ? അമ്മ എന്നും പോയി നോക്കണമായിരുന്നല്ലോ. അമ്മ എന്നും പോയി നോക്കുന്നതായിരുന്നല്ലോ. വിവാന്റെ മുറിയിലൊക്കെ പോയി നോക്കുന്നതായിരുന്നല്ലോ. എല്ലാം മറന്നുകൊണ്ടിരിക്കുന്നു അല്ലേ?
വിവാൻ്റെ മുറി അതല്ലേ? ഞാനിവിടെ അങ്ങനെ ഇല്ലല്ലോ. പിന്നെ വിവാൻ ഇവിടെ ഉണ്ട്, ഇല്ലേ? ഇവിടെയുണ്ട്, അവനിവിടെ ഉണ്ട്. ഇവാൻ ഇവിടെ ഇല്ലല്ലോ. വിവാനാ പകലില്ല, പകല് പകലില്ല, വിമാൻ അവിടെ ഉണ്ട്. പകലില്ലെന്നാ പറഞ്ഞു. പകല് കോളേജിലൊക്കെ പോകണ്ടേ? അതിനകത്ത് ഇടയുണ്ടോ? ചുമ്മാ പൊത്തു പോലെ ഇരിക്കണം. പുറമേ നോക്കുമ്പോൾ ഭയങ്കര നല്ലാണ്ട്, പുറമേ നോക്കുമ്പോൾ വലിയ സാധനമാണ്, പക്ഷെ അകത്തൊന്നും സാധനം കയറത്തില്ല, ഇടയില്ല. ജോമള ബാത്റൂമിലോട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ പുറകെ അമ്മ ഇങ്ങനെ പോകുന്നതാണ്. എലിക്കുട്ടി അമ്മ ജോമളുടെ പുറകെ ഇങ്ങനെ പോകുന്നു. അവിടെ ആരും ഇല്ല. അവിടുത്തെ കടപ്പുകാരത്തി ഉളയിലല്ലേ? ഇവിടെ ആളുണ്ടോ നോക്ക്. ആരാ ഇവിടെ? ആരാ ഇരിക്കുന്നത്? അവിടെ ആരാ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന ആരാ? ആ അതെ, അവൻ്റെ പേരെന്നാ? ചുമ്മാ അന്വേഷിച്ചു വന്നാണല്ലോ. എലിക്കെട്ടിയമ്മ ചുമ്മാ അന്വേഷിച്ചു വന്നാണല്ലോ. ഇല്ലേ? അയ്യോ, ആദ്യമായിട്ട് കാണുന്ന കൊച്ചാണത്. അത് ആദ്യമായിട്ട് കാണുന്ന കൊച്ചാണോ? എലിക്കുട്ടിയമ്മയുടെ കൊച്ചുമകനല്ലേ? എലിക്കുട്ടിയമ്മയുടെ കൊച്ചുമകനല്ലേ? എലിക്കുട്ടിയമ്മയുടെ കൊച്ചുമകനാ. ആ അതേന്നേ, എലിക്കുട്ടിയമ്മയുടെ ഇളയ മകൻ്റെ മകനാണത്. എലിക്കുട്ടിയമ്മയുടെ വാവയാണ്. ആ ആ കമ്പ്യൂട്ടറല്ലേ ഏതാണ്ടൊക്കെ ഇങ്ങനെ കുത്തി കാണിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറല്ലേ ഏതാണ്ടൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറിലാണ് പഠിത്തം. കമ്പ്യൂട്ടറല്ലേ? കമ്പ്യൂട്ടർ ഒന്നും അമ്മയ്ക്ക് മനസ്സിലാകാത്ത കാര്യം പറഞ്ഞു കഴിയുമ്പോ അമ്മ പറയുന്നത് എന്തുതാ ഈ പറയുന്നത്? പണ്ട് മുതലേ ഉള്ള കാര്യ. എന്നാന്ന് പറഞ്ഞോട്. കമ്പ്യൂട്ടർ എന്താന്നുള്ള കാര്യം അമ്മയ്ക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഞാനിപ്പം കൊണ്ട് കാണിക്കാമായിരുന്നു, പക്ഷെ വിമാനം അവിടെ നേരിട്ട് ഓടും. അതുകൊണ്ട് പോകണ്ട, നമുക്ക് അതവിടെ ഇരുന്നോട്ടെ കേട്ടാ. നമുക്ക് അതിന് ശല്യപ്പെടുത്തണ്ട. ബാ പോര്, കിടക്കാം, ഉറങ്ങാം, ഉറങ്ങാം. ഉറങ്ങണില്ലേ? ടി വി കാണാൻ പോണോ? ടി വി കാണാൻ പോണോ? ഇന്ന് ഉറങ്ങണില്ലേ? ആ എന്നാ ബാ ഉറങ്ങാം. എന്നാ നടന്നോ. ഇന്ന് വിവീന വന്നിട്ട് ഉറങ്ങാനിരിക്കുവാണോ? വിവീന വന്നിട്ട് ഉറങ്ങാനിരിക്കുവാണോ അമ്മ? എലിക്കുട്ടി അല്ല, വിവീന വന്നിട്ട് എലിക്കുട്ടി അമ്മ ഉറങ്ങുന്നുള്ളോന്നാ ചോദിച്ചേ. എന്നാ പോയി ഉറങ്ങിക്കോ, അവളങ്ങ് വരികയല്ല. അവിടെ കിടന്ന് ഉറക്കം പിടിച്ച് കാണുമോ? പിന്നെ ഉറങ്ങണ്ടേ? എന്താണാവോ, ഒന്നും ഉറക്കമൊന്നും ഇല്ല, ഏറ്റ് നടക്കുക. ഉറക്കമില്ലാത്തത് അല്ല, ഇന്ന് പകൽ ഉറങ്ങിയില്ല. ടി വി കണ്ടോ? സിനിമ കണ്ടോ? സിനിമ കണ്ടോ? കാണണ്ട. ആ എന്നാ ഞാൻ പോയി കിടക്കട്ടെ. കട്ടിലേ പോയി കിടക്കാൻ പോവാ. അങ്ങ് പൊക്കോ, കാണാം. അമ്മയൊന്ന് കണ്ടുപിടിക്കും കേട്ടോ. എവിടെയാന്ന് അമ്മയൊന്ന് കണ്ടുപിടിക്കും, ഞാൻ നോക്കട്ടെ അറിയാവോന്ന്. അവിടെയാണോ? 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 അവിടെ ആരും ഇല്ലല്ലോ. പിന്നെ എവിടെയാ? അവിടെയാണോ? എന്നാ അവിടെ കിടന്നു. പെട്ടിയുണ്ടോ അവിടെ? ഇവിടെ ഒരു പെട്ടിയുണ്ടോ? വന്ന് കഴിഞ്ഞ ദിവസം AC ഇട്ട് ഉറക്കിയ പോലെ ഉറക്കണം. അതുകൊണ്ട് പിന്നെ എല്ലാ ഐഡിയ അറിയാം. ഫാൻ ഇട്ടിട്ടുണ്ട്, അത് കിടന്നോ.
ചൂടാണ്ട് വേണമെങ്കിൽ ഇച്ചിരി ഇട്ടുകൂടെ നേരത്തേനും ഉറങ്ങിക്കോളും. പിന്നെ അത് കുത്തിയിട്ടില്ല. ഊത്താം. അത് കേടായല്ലേ? അത് കേടായല്ലേ? ഓണാക്കിയതാ. അത് ഓണാക്കിയതാ. ഓണാവുന്നില്ലല്ലോ. ഓണാക്കി സമയം എടുക്കും, അത് സെൻസ് ചെയ്യണ്ടേ. അല്ല ആകെ വരുന്നു പെട്ടെന്ന്. പോയി കിടന്നോ, തണുപ്പിച്ചിട്ടുണ്ട്. തണുപ്പിച്ചിട്ടുണ്ട്. കിടന്നോ കിടന്നോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ പറയും അയ്യോ നല്ല തണുപ്പ്, എവിടെയെങ്ങാണ്ട് ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ടെന്ന്. അല്ല ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോ തണുക്കുവാ. അപ്പൊ തണുപ്പ് കൂടുതലാന്നൊന്നും പറഞ്ഞേക്കരുത്. തണുക്കുവാന്നൊന്നും പറഞ്ഞേക്കരുത്. എലിക്കുട്ടിയമ്മ. പിന്നെ ജനലെല്ലാം അടച്ചു. എലിക്കുട്ടിയമ്മയ്ക്ക് ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ ഉറക്കം ഇച്ചിരി കുറവാണ്. പിന്നെ ഇപ്പം പകല് കിടന്ന് ഉറങ്ങുമായിരുന്നു. പകൽ കിടന്നുറങ്ങുമായിരുന്നു. ഇന്ന് പകലൊന്നും ഉറങ്ങിയിട്ടില്ല. ഇച്ചിരി തണുപ്പിട്ട് കൊടുത്താൽ AC ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിക്കോളും. കഴിഞ്ഞ ദിവസം വിവാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പോയി കിടന്നാണ് ഉറങ്ങിയത്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഓഫ് ചെയ്യും. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അന്ന് ഞാൻ ഉറങ്ങാൻ പോവാ. ഞാൻ ഉറങ്ങിക്കോട്ടെ. ആ പിന്നെ എന്നത്തിനാണ് കുത്തിയിരിക്കുന്നത്? എന്തിനാണാവോ കുത്തിയിരിക്കുന്നേ? ആ എന്നാ വേഗം കിടക്ക. ഞാൻ TV ഓഫ് ചെയ്തിട്ട് വരട്ടെ. ആ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഉണ്ടല്ലേ? ഇച്ചിരി കഴിയുമ്പോ കൂടിയെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോ കൂടുതലാന്ന് പറഞ്ഞേക്കല്ല. അപ്പൊ ഞാൻ ഓഫ് ആക്കും. എല്ലാത്തിനും ഏലിക്കുട്ടിക്ക് കണക്കുണ്ട് അല്ലേ? എല്ലാവർക്കും ഒന്നുമില്ല. ചിലവർക്കൊക്കെ കണക്കൊക്കെ ഉള്ളു. അതൊക്കെ ചിലവർക്കേ ഉള്ളമ്മേ. ചിലവർക്കൊക്കെ ഉള്ളു. കുറച്ചു പേർക്കൊക്കെ ഉള്ളൂന്ന്. വാ പൊളിക്കാൻ തുടങ്ങിയെന്ന്. എലിക്കുട്ടിയമ്മയ്ക്ക് വാ പൊളിക്കുന്നില്ലേ? കിടക്കാനാ. എന്നാ കിടന്നോ, കിടക്ക്. നാളെ മുടി ഒന്ന് വെട്ടണായിരുന്നു. വെട്ടുവോ? അതങ്ങ് കുറേശ്ശെ അങ്ങ് മുഴുവൻ മുറിച്ചങ്ങ് കള. ഭംഗിയൊന്നും നോക്കണ്ട. ആൾക്കാരൊക്കെ എപ്പോഴും കിടന്നോണ്ടിരിക്കുക. അവരൊക്കെ എലിക്കുട്ടിയമ്മ കിടക്കുന്നുണ്ടോ നോക്കി നിൽക്കുക ഉണ്ടല്ലേ? അവിടെ ഇരുന്ന് മുത്തിയമ്മേനെയും കൂടെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ച്. ഞാനിപ്പോ ലൈറ്റ് ഓഫ് ചെയ്യും. ഞാൻ കിടക്കട്ടെ. നമ്മ കിടക്കും. ആ കഥകിന്റെ കുറ്റി അങ്ങോട്ട് കുഴിക്ക്. അത് ആ കയറ് പൊക്കോളാൻ പറ. കൊള്ളാൻ പറ. നമുക്ക് ഉറങ്ങാം. അന്ന് പിന്നെ ഈ മകന്റെ കൂടെ പോയിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടക്കട്ടെ. ഈ മകന്റെ കൂടെ പോയിരിക്കും. ഇതിന് ഉറക്കമില്ല. പോയിരുന്നോ? അമ്മയ്ക്ക് ഉറക്കം വരും. അന്നേപ്പോ ഇതിന് ഉറക്കം ഇല്ല. അമ്മയ്ക്ക് ഇപ്പൊ ഉറക്കം ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഉണ്ടല്ലേ? ഇതിന്റെ കൂടെയാന്ന് പറഞ്ഞപ്പോ ഉറക്കമൊക്കെ ആവശ്യത്തിനുണ്ട്. എനിക്ക് വയ്യ. ഞാൻ കിടക്കുവാണേ. ഞാൻ കിടക്കുവാ. അമ്മയും കിടന്നോ? എന്നാ കിടന്നോ. മൂന്നാമത്തെ ആയിക്കോട്ടെ. നീ ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ. ജോമോനോട് പൊക്കോളാൻ പറ. നീ ജോമോനോട് പൊക്കോളാൻ പറ. അന്ന് അമ്മയുടെ കൂടെ ഒക്കെ പിടിച്ച് കിടത്ത്. അമ്മയുടെ കൂടെ പിടിച്ച് കിടത്താനേ. കൂടെ കിടത്ത അങ്ങോട്ട്. അതിനാ ഇവന് ഇഷ്ടമുള്ളപ്പം പോയാ മതി എന്ന് പറഞ്ഞല്ലോ. ഇഷ്ടമുള്ളപ്പം പോയാ മതി എന്ന് പറഞ്ഞില്ലേ? 10 പേരെ ഇവിടെ കൊണ്ട കിടത്തണം. 10 പേരെ ഇവിടെ കൊണ്ട കിടത്തണം. അമ്മയുടെ കട്ടിലേര് 5 എന്റെ കട്ടിലേര് 5. നമുക്ക് 10 പേരും കിടക്കാം. നടക്കുവോ? 10 കിടത്താൻ പറ്റുവോ? ഞാൻ ഉറങ്ങാൻ പോവാ. ജോമ പൊക്കോ. ഇവിടെ കഴിയുമ്പോ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പായി. കിടന്നോ? അടച്ചേക്കാം. ഇവിടെ
ഇവിടെ എന്നാ ഭയങ്കര തണുപ്പുണ്ടായെന്ന്. ആണോ? ആ എന്നാ ഭയങ്കര തണുപ്പുണ്ടായത്? തണുപ്പ് മതിയോ? കുറയ്ക്കണോ? തണുപ്പ് കളഞ്ഞേക്കട്ടെ? തണുപ്പിനെ നിർത്തണോ? നിർത്തണോ? തണുപ്പിനെ നിർത്തണോ? വേണ്ടാന്ന് വെക്കണോ? ആ കുറച്ച് കുറയ്ക്കണം. ആ കുറച്ച് കുറച്ചേക്കാം. കുറച്ച് കുറച്ചേക്കാം. ആവശ്യത്തിനുള്ളത് അനാവശ്യമായിട്ടായപ്പോ എന്നെ പാടാം. ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കേട്ടോ. കുറച്ചിട്ടുണ്ട്.